ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഇന്ന് സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോയ്ക്ക് വരുന്നത് കേട്ടോ. എന്നാലും ഇന്ന് ഞാനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ വരുന്ന മാർച്ച് 5-ാം തീയതി ആഷ് വെനസ്ഡേ ആണ്. അപ്പോൾ പോളണ്ടിലാണെങ്കിൽ ട്രഡീഷണലായിട്ടുള്ള രീതിയുണ്ട്. അതിന് മുന്നത്തെ വ്യാഴാഴ്ച ഇവിടെ ഡോനട്ട് നമ്മൾ കഴിക്കും. പിന്നെ വേറൊരു സ്നാക്കുണ്ട്, അതിന് ഫവോർക്കി എന്നാണ് പറയുന്നത് പോളിഷിൽ. ഇംഗ്ലീഷിൽ ഏഞ്ചൽ വിങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഏഞ്ചൽ വിങ്സ് ചെയ്യുവാണ്. അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഏഞ്ചൽ വിങ്സ് ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിതൊരു 4 മണി പലഹാരമായിട്ടൊക്കെ ഇത് കഴിക്കാം. പിന്നെ ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി കാണിച്ചു തരുവാണ് കേട്ടോ. പിന്നെ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പാചകത്തിന് വേണ്ടത്. പിന്നെ വറുക്കാൻ എണ്ണയും. ഇത് ഓൾ പർപ്പസ് ഫ്ലോർ 900 ഗ്രാം എടുത്തിട്ടുണ്ട്. സവർ ക്രീം 18%, ഇത് 480 ഗ്രാം. പിന്നെ ഇത് 12 മുട്ടയുടെ മഞ്ഞക്കരുവാണ്. മഞ്ഞക്കരു മാത്രം ഇതിലെടുത്താൽ മതി, വെള്ളക്കരു എടുക്കണ്ട. ഈ വെള്ള പ്രോട്ടീൻ അല്ലേ, സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നമുക്ക് പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കി വേണമെങ്കിലും കഴിക്കാമല്ലോ. പക്ഷേ ഈ റെസിപ്പി ഇപ്പോൾ നമുക്ക് മഞ്ഞ മാത്രം മതി. ഇത് വിനാഗിരിയാണ്, 3 ടേബിൾ സ്പൂൺ. സാധാരണ പോളണ്ടിൽ ഇവിടെ വോഡ്കയോ മറ്റേതെങ്കിലും ആൽക്കഹോളോ ആണ് ചേർക്കാറ്. ഈ സ്നാക്ക് എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ എണ്ണ അതിൽ പിടിക്കാതിരിക്കാനാണ് ആൽക്കഹോൾസ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേറെ ഒരു ഓപ്ഷനുമുണ്ട്, അതാണ് ഈ വിനാഗിരി. ഞാനിവിടെ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ വിനാഗിരിയാണ് ഉപയോഗിക്കാറ്. ഇത് പഞ്ചസാര 1.5 ടീസ്പൂൺ. ഇത് മെൽറ്റഡ് ബട്ടറാണ്, ഉരുക്കിയ ബട്ടർ 3 ടേബിൾ സ്പൂൺ. പിന്നെ ഉപ്പ് 1 ടീസ്പൂൺ. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ മതിയാകും. ഏതെങ്കിലും വാനില എസൻസ് മതി, ബ്രൗൺ ആയാലും കുഴപ്പമില്ല, വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതൊരു 4 മണി പലഹാരമായിട്ട് കൊച്ചു പിള്ളേർക്ക് നമുക്കിത് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കുഴച്ച് പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുമ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ നമ്മൾ കൂടുതൽ വെറും ഒരു 20 മിനിറ്റ് മാത്രം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് പിന്നെ ഇതിനെ പരത്തി അങ്ങ് എണ്ണയിൽ വറുത്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്, എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ഈ മാവിലേക്ക് ഈ ഉപ്പിടാം. ഉപ്പ്, പിന്നെ പഞ്ചസാര ഇടാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ ഉപ്പും പഞ്ചസാരയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ ഉപ്പും പഞ്ചസാരയും മാവിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ സവർ ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് 18% സവർ ക്രീമാണ്. ഇപ്പോൾ ഈ ലുലുവിലൊക്കെ ഇതൊക്കെ സാധാരണ കിട്ടുന്ന സാധനങ്ങളാണ്. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടും. നമുക്ക് ഈ വാനില എസൻസ് ഒരു ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞക്കരു ഇതിലോട്ടൊന്ന് ചേർക്കാം. നമുക്കിനി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് വിനാഗിരി, ഞാൻ പറഞ്ഞില്ല പോളണ്ടിലാണെങ്കിൽ പൊതുവേ ഇത് വോഡ്കയാണ് ഇവിടെ ഉള്ളവർ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ഓപ്ഷനും ഉണ്ട്, നമുക്ക് ഈ വിനാഗിരിയും ചേർക്കാം. ഇതിലിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരമായതുകൊണ്ട് ഇതിൽ എണ്ണ പിടിക്കാതിരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് വിനാഗിരിയാണ്, 3 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്കൊന്ന് സ്പൂണ് വെച്ചിട്ട് ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും.
അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് വേണം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഞാനിത് ചെയ്യുമ്പോൾ ഞാനിത് കുറേ ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ 900 ഗ്രാം മാവാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചായക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ചല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ. ഇതിൻ്റെ 1/3 300 ഗ്രാമൊക്കെ മതിയാകും. ഒരു ചായക്ക് നമ്മൾ പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ ഇത് ഉണ്ടാക്കുമ്പോൾ വെറും 300 ഗ്രാം മാവിന് ഇത് ചെയ്താൽ മതിയാകും. വെറോണിക്ക പുറത്ത് പോയിട്ട് വന്നതാ. ഞാൻ ഇനി ഇതിനെ ഒന്ന് കൈ കൊണ്ട് കുഴയ്ക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് കഴിക്കുമ്പോൾ കയ്യിൽ ഇത് കുറച്ച് ഒട്ടിപ്പിടിക്കും കേട്ടോ, പക്ഷെ പിന്നീട് ശരിയായിക്കോളും. ഇത്രയും കുഴച്ചത് മതിയാകും. ഇനി നമ്മൾ മാവ് വിതറി ഒരു കൗണ്ടർ ടോപ്പിലിട്ട് വേണം നന്നായി കുഴച്ചെടുക്കാൻ. അപ്പോൾ മാവ് സോഫ്റ്റുമാകും. ഇനി കുറച്ച് മാവ് വിതറി കുഴച്ച മാവ് ഇതിലേക്ക് വെച്ച് നന്നായി കുഴച്ച് എടുക്കണം. കുറച്ച് മാവ് വിതറി വേണം കുഴയ്ക്കാൻ. അപ്പോൾ മാവ് ഒട്ടിപ്പിടിക്കുന്നതും നിൽക്കും. കണ്ടോ, മാവ് ഇപ്പോൾ ഒട്ടിപ്പിടിക്കുന്നത് കുറഞ്ഞു. കണ്ടോ, മാവ് ഇപ്പോൾ പൂർണ്ണമായും ഒട്ടിപ്പിടിക്കുന്നത് നിന്നു. മാവ് സോഫ്റ്റുമായി. ഇതേപോലെ മാവ് കുറച്ച് വിതറി നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇതേപോലെ ഒട്ടിപ്പിടിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് നിൽക്കുകയും ചെയ്യും. മാവ് സോഫ്റ്റായും കിട്ടും. ഇതുവരെ നമ്മൾ മാവ് കുഴച്ചുകൊണ്ടേയിരിക്കണം. ഈ ഏഞ്ചൽ വിങ്സ് ക്രിസ്പി ആകുവാൻ ഇനി നമ്മൾ മാവ് വിതറി ഈ കുഴച്ച മാവിനെ പരത്തി ഒരു പ്രത്യേക രീതിയിൽ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഞാൻ ആക്ച്വലി ഇത് റോൾ ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാനിതിനെ പകുതി എടുക്കുവാണ്. കഴിഞ്ഞ് എനിക്ക് ഇത്രയും മാവ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുപോലെ തോന്നുന്നു. അപ്പം നമുക്കിതിനെ പകുതി, ഇതിപ്പോൾ 900 ഗ്രാം ആയതുകൊണ്ട് ഹാഫ് പകുതിയാക്കി പകുതി വീതം എടുത്ത് റോൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ബാക്കി പകുതി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത് ചെയ്യാം. അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാം. നമ്മളിങ്ങനെ ആദ്യമൊന്ന് മാവിട്ടോട്ട് ഇതിനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ മാവിനെ ഒന്ന് റോൾ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും കണ്ടല്ല. നമുക്കിതിനെ ഫോൾഡ് ചെയ്ത് റോൾ ചെയ്യാം. ഇങ്ങനെ ഇതിനിങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഇനി ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. അന്നേരം നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ലെയേഴ്സായിട്ട് ഇത് ആകും. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയാണ്. ഞാൻ ഇതിനെ ഇങ്ങനെയാണ് എല്ലാവരും കണ്ടല്ലോ. ഇനി ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കുവാണേ. കണ്ടല്ല, ഇങ്ങനെ ഇത് വീണ്ടും നമുക്കൊന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുവാണ്. ഇങ്ങനെ ജസ്റ്റ് നേരത്തെ ഫോൾഡ് ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേണം നമ്മൾ മൂന്നാമതും റോൾ ചെയ്യാൻ. കണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. നമ്മൾ ഇങ്ങനെ മടക്കുവാണ്. ഇങ്ങനെ മടക്കി ഇനി നമ്മളിതിനെ ഈ സൈഡ് നമ്മളിങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇത് പിന്നെ വറക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടും. ലെയേഴ്സ് ഫോം ചെയ്യും. ഒരിക്കൽ കൂടെ അങ്ങ് റോൾ ചെയ്യാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാൻ കണ്ടല്ലോ എല്ലാവരും. ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനെ ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്കൊരു ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഇതിനെ ഒരു 20 മിനിറ്റ് വെച്ചേക്കാം.
ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം നമ്മളിനി അടുത്ത ഹാഫ്, ആദ്യത്തെ ഹാഫ് മാവ് ചെയ്തതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഹാഫും അതേപോലെ ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ 3-4 പ്രാവശ്യം ഈ മാവും ഫോൾഡ് ചെയ്യുക. എന്നിട്ട് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. നമുക്കിനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. 20 മിനിറ്റായി. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കുഴച്ച് വെച്ച ആ മാവ് നമുക്ക് എടുക്കാൻ പോകും. ഞാൻ ഈ 2 സെറ്റ് മാവും ഞാൻ എടുത്തു. ഇനി നമ്മൾ ഇതിനെ പരത്തി ഈ ഏഞ്ചൽ വിങ്സ് അനുസരിച്ച് നമ്മളിതിനെ കട്ട് ചെയ്ത് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആക്ച്വലി ഇനിയുള്ള ജോലി നമ്മൾ ഈ കൊച്ചു പിള്ളേരെയും കൂടെ ഇത് ചെയ്യാൻ ഇൻക്ലൂഡ് ചെയ്ത് അവർക്ക് വലിയൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. നല്ല രസമാണ്. വെറോണിക്കയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് ചെയ്യാൻ. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ മാവ് ചെറുതായിട്ടൊന്ന് ഇതിൽ തൂറ്റി കൊടുക്കണം. ഓക്കെ, ഒത്തിരി കൂടാനും പാടില്ല. നമുക്കിതൊന്ന് ഒരു നല്ലൊരു ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഇങ്ങനെ പരത്തിയെടുത്താൽ നമുക്ക് നല്ല ഷേപ്പിൽ ഈ പലഹാരം സോഫ്റ്റ് ആവാനാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് മാവ് തൂക്കി കൊടുക്കാം. ഇതിനെ പോളിഷിലാണ് പറയുന്നത്, ഇംഗ്ലീഷിനെ ഏഞ്ചൽ വിങ്സ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന പേര് കിട്ടാൻ കാരണം എന്താണത് ഫ്രൈ ചെയ്തിട്ട് പറഞ്ഞത്. ഇതിനെ നന്നായിട്ടൊന്ന് പരത്തണം. ഞാനിപ്പോൾ ഓയിൽ ഞാൻ ഓൺ ചെയ്യുവാണ്. നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കണം. അതുകൊണ്ട് നമ്മൾ ഈ പരത്തുമ്പോൾ ഗ്യാസ് ഓൺ ചെയ്യാം. എണ്ണ ആവശ്യത്തിന് വെച്ചാൽ നമുക്ക് എണ്ണയുടെ ക്വാണ്ടിറ്റി ഒക്കെ അറിയാമല്ലോ. ഇത്രയും പരത്തിയാൽ മതിയാകും. ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്യണം. നല്ല ഷേപ്പിൽ വരാനായിട്ട് നമ്മൾ ആദ്യം ഈ സൈഡിലെയൊക്കെ അങ്ങ് മാറ്റാം. ഓക്കെ, ഒരു ഭംഗിക്കൊക്കെ ആയിരിക്കും. ഒരു പ്രത്യേക വിശേഷ ദിവസമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഭംഗിയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഈ നല്ല ഒരു ഷേപ്പിലെടുത്ത് കണ്ട, എല്ലാവരും കണ്ട. ഇതിപ്പോൾ ഞാൻ നല്ല ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു 30 സെൻറ്റിമീറ്റർ സ്കെയിലിനെയൊക്കെ നമ്മൾ ആ ഒരു വീതി അറിയാമല്ലോ, ഒരു സ്കെയിലിൻ്റെ വീതി, ആ ഒരു വീതിക്ക് ഇങ്ങനെ ഒരു പിസ്സ കട്ടറോ സാധാ നൈഫ് കൊണ്ട് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, പിസ്സ കട്ടർ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇത് നമ്മൾ ഈ സൈഡിൽ കട്ട് ചെയ്ത മാവൊന്നും നമ്മൾ കളയത്തില്ല. ഇതിനെ നമ്മൾ വീണ്ടും ഒന്ന് ഇതാക്കിയെടുക്കും. പിന്നെ ഇതിപ്പോൾ കണ്ടല്ലോ എല്ലാവരും, ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ഓരോന്നിനെയും ഒരു സ്ലാൻഡ് ചെയ്താണ് ഇനി കിട്ടുന്നത്. കണ്ടല്ലോ, ചരിച്ച് ഇങ്ങനെ മനസ്സിലായി, ഇങ്ങനെ ചരിഞ്ഞ് വരും. കണ്ടല്ലോ, ഈ ഒരു ഷേപ്പ് ചരിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. എല്ലാം ഞാൻ അങ്ങനെ കട്ട് ചെയ്യുകയാണേ. ചരിഞ്ഞ് വേണം മുറിക്കാൻ. കണ്ടോ, ഇത് ചരിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു ചരിഞ്ഞ് കണ്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലാം ഈ ഒരു ചരിഞ്ഞ് വരും. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നൈഫ് എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയ സ്ലിറ്റ് ഇടണം. കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുക, ചെറിയൊരു സ്ലിറ്റ് കണ്ടോ. ഓക്കെ,
എല്ലാത്തിൻ്റെ നടുക്ക് ഞാനൊരു ചെറിയ സ്ലിറ്റ് ഇടുവാണ്. ഇപ്പം എല്ലാത്തിലും ഞാൻ നടുക്ക് ഈ സ്ലിറ്റ് ഇട്ടിട്ടുണ്ട്. ഇരിക്കുന്ന ഒരു രീതി അങ്ങനെ ഇതേപോലെ നമ്മൾ എല്ലാം ചെയ്യണം. ഞാൻ വേറെ ഒന്നെടുത്തു. ഇതിൻ്റെ ഒരു എൻഡ് ഒരു കോർണർ നമ്മൾ ഇതിനകത്തു കൂടെ കൊണ്ടുപോകും. കണ്ട ഇരിക്കുന്ന ഈ ഹോള് കുറച്ച് വലുതായിരിക്കണം. നമ്മൾ ഇതിങ്ങനെ അകത്ത് ഇരിക്കുന്നുണ്ട നന്നായി കണ്ട. ഈ സ്ലിറ്റ് ഒരു 1.5 സെൻറ്റിമീറ്ററെങ്കിലും നീളം വേണം. എന്നാലേ നമുക്ക് ഭംഗിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ മാവിനെ കൊണ്ടുപോയി ഇങ്ങനെ മടക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്നു. ഞാൻ പെട്ടെന്ന് ചെയ്യുവാണേ. ഞാൻ പറഞ്ഞല്ലോ, പോളണ്ടിൽ മാർച്ച് 5 ബുധനാഴ്ച ആഷ് വെനസ്ഡേ ആണ്. അതിന് മുന്നത്തെ തേഴ്സ്ഡേ ആണ് നമ്മൾ ഈ ഡോണട്ടും ഈ ഏഞ്ചൽ വിങ്സ് അല്ലെങ്കിൽ പോളിഷിലെ ഫവോർക്ക് നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ എല്ലാ യൂറോപ്യൻ കൺട്രീസ് ഈ ഡേ ആണെന്ന് എനിക്കറിയത്തില്ല. ഇംഗ്ലണ്ടിൽ ഇത് മാർച്ച് 5 ആഷ് വെനസ്ഡേ ആണെങ്കിൽ ആ തലേദിവസം ട്യൂസ്ഡേ ആണ് അവർ സ്വീറ്റ് കഴിക്കുന്നത്. ഇവിടെ പോളണ്ടിൽ പൊതുവേ ഈ ഈസ്റ്ററിന് മുന്നേ നമ്മളൊരു ഫാസ്റ്റിംഗ് എടുക്കുമല്ലോ ക്രിസ്ത്യൻസ്, 40 some days, 42. അപ്പോൾ സ്വീറ്റ്സ് ഒക്കെ ഒഴിവാക്കും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് മീറ്റ് ആണെന്ന് തോന്നുന്നു കൂടുതലും ഒഴിവാക്കുന്നത്. ഇവിടെ പൊതുവെ സ്വീറ്റ്സ് ആണ് ഒഴിവാക്കുന്നത്. പിന്നെ ചിലവർ ഫ്രൈഡേ ഫുൾ ഫാസ്റ്റിംഗ് ആണ്. ഇവിടെ ആക്ച്വലി വാൾഡിയാണ് ഫാസ്റ്റ് ചെയ്യുന്നത്. വാൾഡി ഫാസ്റ്റ് ചെയ്യും എല്ലാ വർഷവും. സ്വീറ്റ്സ് സൺഡേ ഒഴിച്ച് എല്ലാ ദിവസവും സ്വീറ്റ്സ് ഒന്നും കഴിക്കത്തില്ല, സ്വീറ്റായിട്ടുള്ള. പിന്നെ എല്ലാ ഫ്രൈഡേ ഫുൾ ഫാസ്റ്റിങ്ങാണ്, ഒന്നും കഴിക്കത്തില്ല, വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. വാൾഡി നമ്മളൊക്കെ ലൈറ്റായിട്ട് സ്വീറ്റ് കഴിക്കും, പക്ഷെ എപ്പോഴത്തെയും പോലെയല്ല. ലൈറ്റായിട്ട് എന്തെങ്കിലും ഇപ്പോൾ കോഫിയുടെ കൂടെ കഴിക്കും. എല്ലാവരും അങ്ങനെയല്ല. അങ്ങനെ അപ്പോൾ ഈ ഫാസ്റ്റിങ്ങിന് മുന്നേ നമ്മൾ ഈ സ്വീറ്റ് ഇപ്പം ഈ ഫാസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ, ലെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്വീറ്റ് ഒഴിവാക്കുമല്ലോ. അപ്പോൾ അതിന് മുന്നോടി ആയിട്ടാണ് നമ്മൾ ഈ സ്വീറ്റ് കഴിക്കുന്നത്. ഞാനിതെല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതെങ്ങനെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ഇതെങ്ങനെയാണ്. അതായത് ഇങ്ങനെ ഒരു സ്ലിറ്റ് കാണും. നമ്മൾ ഈ ഒരു കോർണർ പിടിച്ച് ആ സൈഡ് മൊത്തവും ഈ ഹോളിൽ കൂടെ നമ്മൾ കയറ്റുമ്പോൾ ഇതിങ്ങനെയാണ്. കണ്ടോ, കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. ഇവിടെയൊക്കെ എല്ലാവരും പിള്ളേരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ എണ്ണ നന്നായി ചൂടായി. ഞാൻ ഇനി ഇത് വറക്കാൻ പോവാണ്. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയായിരിക്കുന്നത്. ബിലോ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ അകം വേഗത്തില്ല. ഒരു ലൈറ്റ് ബ്രൗൺ 2 സൈഡിലും വരണം. എടുക്കുവാണ്. ഒത്തിരി നമുക്ക് ബ്രൗൺ ആകണ്ട, ലൈറ്റ് ബ്രൗൺ. കണ്ടോ, ഇതും കണ്ടല്ലോ ഈ ഒരു കളർ. തീ ഒത്തിരി കൂട്ടി വെക്കരുത് വറക്കുമ്പോൾ, അകം വേഗം നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. കുറച്ചുകൂടെ ബ്രൗൺ ആയിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. നമ്മൾ വിനാഗിരി ചേർക്കുന്നത് കൊണ്ടാണ് ഓയിൽ ഇങ്ങനെ ഡാർക്ക് ആകുന്നത്. ഈ പകുതി സെറ്റ് മാവിൽ നമുക്ക് ഇത്രയും വറക്കാൻ സാധിച്ചു. ഈ ഒരു കളറിൽ എടുക്കണം. കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ.
ആദ്യത്തെ സെറ്റ് മാവിൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ഈ രണ്ടാമത്തെ സെറ്റ് മാവിലും ആവർത്തിച്ചാൽ മതി. വെറോണിക്ക ചെയ്തതാണ് കണ്ടു. നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം ഒന്നുകൂടെ നമ്മൾ ചെയ്യണം. വെറോണിക്ക എന്നെ ഹെൽപ്പ് ചെയ്യുവാണേ. വെറോണിക്ക വെറോണിക്ക ചെയ്തതാ ഇതല്ല. കണ്ടോ, ഇതിൽ കണ്ടോ എയർ പോക്കറ്റ്സ്. ഈ എയർ പോക്കറ്റ് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന മാവ് കുഴച്ചിട്ട് നമ്മൾ പരത്തുമ്പോൾ ഫോൾഡ് ചെയ്ത് പരത്തുന്നത് അതുകൊണ്ടാണ്. ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എയർ പോക്കറ്റ്സ് വരും. അങ്ങനെ ഇത് ക്രിസ്പി ആയിട്ട് ഇരിക്കും. 3-4 ദിവസമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അതിലും കൂടുതലിരിക്കും. ഇത്രയുമാണ് നമ്മൾ ചെയ്ത ഏഞ്ചൽ വിങ്സ്. ഇനി ഇതിൽ ഷുഗർ പൗഡർ സ്പ്രിങ്കിൾ ചെയ്യാൻ പോവാണ്. അല്ല, കുറച്ച് കട്ടിക്ക് ചെയ്യാം. കാര്യം നമ്മൾ ഇതിന് ഈ സ്നാക്കിൽ നമ്മൾ അധികം ഷുഗർ യൂസ് ചെയ്തിട്ടില്ല. ഒരു സൈഡ് മാത്രം ഷുഗർ പൗഡർ സ്പ്രിങ്കിൾ ചെയ്താൽ മതിയാകും. ഇവിടെയുള്ളവർ ഒരു സൈഡ് മാത്രമാണ് സ്പ്രിങ്കിൾ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ കൂടുതൽ സ്വീറ്റ്നെസ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ 2 സൈഡും സ്പ്രിങ്കിൾ ചെയ്യും. നമ്മൾ ഈ മാവിൽ നേരത്തെ 1.5 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തെങ്കിലും അതൊട്ടും സ്വീറ്റ്നെസ് ഇല്ല. അപ്പോൾ ഡയബറ്റീസുകാർക്ക് ഈ ഷുഗർ പൗഡർ നമുക്ക് അവോയ്ഡ് ചെയ്തും കഴിക്കാം കേട്ടോ. പിന്നെ ഓയില് ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്കാണെന്നേ ഉള്ളൂ. ഇതേപോലെ ഞാനിപ്പോൾ സൈഡ് തിരിക്കുവാണേ. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. 2 സൈഡും ഇപ്പോൾ ഷുഗർ പൗഡർ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേര് ഏഞ്ചൽ വിങ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. അതെന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് കണ്ടോ, ഇത് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് തോന്നത്തില്ലേ ഇപ്പോൾ ഏഞ്ചലിൻ്റെ വിങ്സ് പോലെ ഇരിക്കുവാണെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ഇത് കണ്ടോ, ഇതൊരു ഏഞ്ചലിൻ്റെ വിങ്സ് പോലെ തോന്നുന്നുണ്ട്. അത് 2 സൈഡിൽ ഇങ്ങനെ. പിന്നെ വൈറ്റ് കളറും ഷുഗർ പൗഡർ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ അതുകൊണ്ടാകാം ഏഞ്ചൽ വിങ്സ് എന്നൊരു പേര്. പോളിഷിന് ഫവോറിക്കി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാ ഏഞ്ചൽ വിങ്സും ഷുഗർ 2 സൈഡിലും സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ. വെറോണിക്ക ടേസ്റ്റ് നമ്മൾ അവസാനം ട്രൈ മനസ്സിലാവും. ഇപ്പം നല്ല മധുരമുണ്ട്. How is it, Veronica? Good. But too much sugar is not good for health. Okay. You get teeth pain. Yeah. What's the best? നന്നായിട്ടുണ്ട്. ആവശ്യത്തിന് ക്രിസ്പിയാണ്, എന്നാൽ പിന്നെ സോഫ്റ്റുമാണ്. Subscribe. എന്തായാലും കൊള്ളാം, നല്ല മധുരമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വേഗത്തിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഞാൻ അവസാനം നമ്മൾ ഈ ഷുഗർ സ്പ്രിങ്കിൾ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇത് കഴിക്കാം. നമ്മൾ ആദ്യം മാവിൽ ചേർക്കുന്നത് 1.5 ടീസ്പൂൺ ഒന്നുമല്ല, അത് ഒരു മധുരവും ഇതിൽ ഉണ്ടാക്കുന്നില്ല.
അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം. പിന്നെ കമൻറ്റും എഴുതാൻ മറക്കരുത് കേട്ടോ. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. Bye.